സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും വൈകും. കേസ് പരിഗണിക്കുന്നത് റിയാദ് കോടതി വീണ്ടും മാറ്റി. ഇത് 6ാം തവണയാണ് കേസ് കോടതി മാറ്റിവെക്കുന്നത്. 2006 സൗദി ബാലൻ മരിച്ച കേസിൽ റഹീം ജയിലിലാകുന്നത്. മരിച്ച കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ട 34 കോടി രൂപ മോചനദ്രവ്യമായി നൽകിയതോടെ വധശിക്ഷ റദ്ദാക്കിയിരുന്നു. സാനിയോ മനോമി നമുക്കൊപ്പം എത്തുന്നു. സാനിയോ മനോമി, ആ ഉമ്മയുടെ കണ്ണുനീരും കാത്തിരിപ്പും നമ്മൾ പലവട്ടം കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത് മാറ്റിയത്? സുജയ, ഇന്നിപ്പോൾ കേസ് കോടതി എടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം പോലീസിന്റെ റിപ്പോർട്ടുമായി സംബന്ധിച്ചോ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായതാണ് കാരണം. കോടതിയിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. മാത്രവുമല്ല, അടുത്ത ഏത് ദിവസമാണ് ഈ കേസ് പരിഗണിക്കുക എന്നുള്ളതും കോടതി ഇപ്പോൾ അറിയിച്ചിട്ടില്ല. ഏതായാലും നേരത്തെ കഴിഞ്ഞ തവണ പോലീസിന്റെ വിശദമായ ഡയറി കുറിപ്പ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് എന്നടക്കം കോടതി പറഞ്ഞതിന്റെ പ്രകാരമാണ് നേരത്തെ 5ാമത്തെ തവണ മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായത്. ശേഷം ഇന്നേക്ക് ഡിസംബർ 30 അന്ന് മാറ്റിയത്. ശേഷം ഇന്നേക്ക് ജനുവരി 15 മാറ്റുകയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് എന്തു പറഞ്ഞാണ് കോടതി മാറ്റിയത് എന്നറിയില്ല. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റഹീമിൻ്റെ മോചന കമ്മിറ്റിയോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഇന്ന് പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അവരുടെ ഒരു പ്രയാസം നമുക്ക് സ്വാഭാവികമായി മനസ്സിലാകും. കാരണം 34 കോടി രൂപ പിരിച്ചെടുത്ത് അതിനുശേഷം വധശിക്ഷ ഒഴിവാക്കി ഇതൊക്കെയും കഴിഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഉമ്മയും സഹോദരങ്ങളും അടക്കമുള്ള നാട്ടുകാരും കുടുംബവും ഒക്കെയും. പക്ഷേ അപ്പോഴും 6ാമത്തെ തവണയും കോടതി കേസ് മാറ്റുന്നു എന്ന് പറയുമ്പോൾ വലിയ നിരാശയിലാണ് അവർ. അതേസമയം ഈ മോചന സമിതി പറയുന്നത് വലിയ നിരാശ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഇത് കോടതിയുടെ പ്രൊസീജിയേഴ്സ് ആണ്. അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അല്പം വൈകിയാലും മോചനം ഉടൻ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഈ വധശിക്ഷ ഒഴിവാക്കി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. മോചനം ഉടൻ ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ് കുടുംബവും അതുപോലെ റഹീം മോചന സമിതിയും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സാനിയോ മനോമിയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പങ്കുവച്ചത്. സൗദി ജയിലിലാണ് അബ്ദുൾ റഹീം. മോചനം ഇനിയും വൈകും.